السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. ഏറെ സ്നേഹം നിറഞ്ഞ പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും പ്രതിഫലം ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി പൈതൃകം മീഡിയ പ്രക്ഷേപണം ചെയ്യുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികളിലൂടെ എന്ന പ്രഭാഷണ പരമ്പരയുടെ 30ാമത്തെ ദിവസമാണ് ഇന്ന്. നാം എല്ലാം ഇന്ന് യൗമുൽ അഅ്ലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച ബലിപെരുന്നാൾ ആഘോഷിക്കുകയുണ്ടായി. നാളെയും മറ്റന്നാളും തൊട്ടടുത്ത ദിവസവും അയ്യാമുത്ത ശരീക്കാൻ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ആഘോഷിക്കേണ്ട സമയമാണ്. നോമ്പ് നിഷിദ്ധമാക്കിയ ദിവസങ്ങളാണ്. എന്നാൽ നമ്മുടെ പെരുന്നാൾ അത് ആരാധനയാണ്. ആരാധനയുടെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടായിരിക്കും നാം പെരുന്നാൾ നടത്തേണ്ടത്. മാത്രമല്ല, ലോകത്താകമാനം പ്രത്യേകിച്ച് ഫലസ്തീനിൽ നമ്മുടെ സഹോദര സഹോദരിമാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കഠിനമായി തന്നെ തുടരുന്ന ഈ സമയത്ത് അല്ലെങ്കിലും നമുക്കങ്ങനെയുള്ള ആഘോഷങ്ങളിലെ ആർമാദങ്ങളൊന്നും നമുക്ക് പറ്റില്ല. ഏതായാലും നമ്മളിന്ന് പെരുന്നാൾ ആഘോഷിച്ചു. തൊട്ടടുത്ത ദിവസങ്ങളിലും ബന്ധുമിത്രാദികളെ സന്ദർശിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയും നാം പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണ്. ഈ സമയത്താണ് നമ്മൾ പറഞ്ഞു വരുന്ന ഒരു പ്രസംഗ പരമ്പര എന്ന നിലയിൽ ഇന്ന് നാം സംസാരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 19ാം വാർഷിക സമ്മേളനത്തെ സംബന്ധിച്ചാണ്. 1951 മാർച്ച് 23, 24, 25 തീയതികളിലാണ് സമസ്തയുടെ 19ാം വാർഷിക സമ്മേളനം നടന്നത്. വടകരയിലായിരുന്നു ഈ സമ്മേളനം. സമ്മേളനത്തിൽ മദ്രാസ് മുഫ്തിയും ഖാദിയുമായ മൗലാന മുഹമ്മദ് ഹബീബുള്ള മഹാനവറുകളെയായിരുന്നു അധ്യക്ഷനായി സമസ്ത ക്ഷണിച്ചിരുന്നത്. ഉദ്ഘാടകനായി മൗലാന ഖലീലുർ റഹ്മാൻ ബീഹാരിയെയും ക്ഷണിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അൽ ബയാൻ മാസികയിലെ 2ാം പുസ്തകം 6ാം ലക്കത്തിൽ മതവിദ്യാഭ്യാസം എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം എഴുതിയിരുന്നു മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ്. അന്ന് അദ്ദേഹമായി എഴുതിയ ലേഖനം കേരളീയ സമൂഹം നന്നായി ചർച്ച ചെയ്യുകയും പ്രത്യേകിച്ച് പണ്ഡിതന്മാരുടെ ഇടപെടലുകളും ഉണ്ടായി. ലേഖനം എഴുതിയ എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ ആ കാലത്തെ വായനക്കാർ, പണ്ഡിതന്മാർ, ഗുണകാംക്ഷികളെല്ലാം സമീപിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖപത്രമായ അൽ ബയാനിൽ മതവിദ്യാഭ്യാസം എന്ന തലക്കെട്ടിൽ അങ്ങ് എഴുതിയ ലേഖനം ഇക്കാലഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. അതിൽ തുടർ നടപടികൾ ഉണ്ടാകണം. അതുകൊണ്ട് ഇത് സംബന്ധമായി നിങ്ങളെ ഈ ലേഖനത്തിലെ ആശയം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമ്മേളനം നടക്കുന്നുണ്ടല്ലോ വടകരയിൽ 951 മാർച്ച് 23, 24, 25 തീയതികളിൽ, ആ സമ്മേളനത്തിൽ ഈ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി നിങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് നേരിട്ട് ലെറ്റർ കൊടുക്കണം.
നേരിട്ട് സമസ്തയുടെ നേതാക്കന്മാരെ ഇത് സംബന്ധമായി ഓർമ്മപ്പെടുത്തണം എന്ന നിരന്തര സമ്മർദ്ദം മാനിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിലേക്ക് മഹാനായ നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒരു പ്രമേയം ആയി ചില കാര്യങ്ങൾ അറിയിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും പറഞ്ഞത്, മുബത്തദീങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ അതേ സിലബസ് പ്രകാരം തന്നെ മദ്രസ നടത്തുന്നു എന്ന് പറഞ്ഞ് മദ്രസയിൽ സിലബസും പരീക്ഷയും മറ്റൊക്കെ നടത്തുമെന്ന് ഉള്ള പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. മുബത്തദീങ്ങൾ ഏത് പുരോഗതി ഉദ്ദേശിച്ചാലും അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഇസ്ലാമിനെ ഇല്ലാതാക്കുക എന്നായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഓത്തുപള്ളി സമ്പ്രദായം പൊളിച്ചു മാറ്റി അത് മദ്രസ പ്രസ്ഥാനമാക്കി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വ്യക്തമായ സിലബസും പാഠ്യപദ്ധതികളും അതുപോലെ സൂപ്പർവൈസർമാരുടെയും സൂപ്രണ്ടുമാരുടെയും മറ്റു മുഫത്തിഷുമാരുടെയും ഒക്കെ പരിശോധന വെച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായ സിലബസുകളും എക്സാമുകളും നടത്തി കാലികമായി മദ്രസ പ്രസ്ഥാനം പുരോഗമിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു കത്ത് പ്രമേയമായി നൂറുൽ ഉലമ എം.എ. ഉസ്താദ് വടകരയിൽ ചേർന്ന ഈ സമ്മേളനത്തിലേക്ക് കൊടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ കാര്യം സമസ്ത കേരള ജമിയത്തുൽ ഉലമ തുറന്ന ചർച്ചയ്ക്ക് വെച്ചു. 3 ദിവസം സമ്മേളനം ഉണ്ടല്ലോ. സമാപന സമ്മേളനത്തിൽ ഒരു പ്രമേയമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇന്ന് കേരളത്തിൽ കാണുന്ന മദ്രസകൾ എത്രയാണ് മദ്രസ? 10 മനുഷ്യർ താമസിക്കുന്ന ഒരു സ്ഥലം, അവിടെ ഒരു മദ്രസ എന്ന രൂപത്തിലേക്ക് ഈ മദ്രസ സംവിധാനം മാറി. മഹാനായ എം.എ. ഉസ്താദിന്റെ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ എന്ന സൂറത്തു യാസീനിൽ ആദ്യ മുബീനിൽ അല്ലാഹു തആല ധൈര്യപ്പെടുത്തിയ മാതിരി ഈ ഒരു കാര്യം തുടക്കം കുറിക്കാൻ ഈ കത്ത് കാരണമായല്ലോ. ഇന്ന് കേരളത്തിലും മലയാളികൾ താമസിക്കുന്നിടത്തൊക്കെ വളർന്ന് പൂത്തുലഞ്ഞു നിൽക്കുന്ന മദ്രസകൾ, ആ മദ്രസകളിലെ ആദ്യ സംരംഭമാണ് നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അൽ ബയാനിൽ എഴുതിയ മതവിദ്യാഭ്യാസം എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനവും ആ ലേഖനത്തിൻ്റെ അന്തസ്സത്ത ചോരാതെ അദ്ദേഹം സമസ്തക്ക് കൊടുത്ത പ്രമേയവും കത്തും. അതുകൊണ്ട് അല്ലാഹു ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദിന് ദറജ ഏറ്റി കൊടുക്കട്ടെ, അമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇത് വളരെ ബഹുമാനപൂർവ്വം സ്മരിക്കാം. ഇന്ന് ഈ പൂത്തുലഞ്ഞു കിടക്കുന്ന മദ്രസകൾക്ക് ഇങ്ങനെ ഒരു പ്രതിഫലം വാരിക്കൂട്ടാൻ ഒരാൾ നിമിത്തമായല്ലോ. ആ ആള് നൂറുൽ ഉലമ എം.എ. ഉസ്താദാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കുറഞ്ഞ കാലത്തെ പ്രസിഡന്റാണ്. ഏതായാലും സമസ്തയ്ക്ക് ഈ സമസ്ത ജനറൽ ബോഡിയുടെ പൊതുസമ്മേളനത്തിന് പുറമെ എല്ലാ പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമായി മുഷാവറ ചേരുമല്ലോ. മുഷാവറയിൽ ഈ കത്ത് ചർച്ചയ്ക്ക് വെച്ചു. അതുവഴി ആ കത്ത് പാസ്സാക്കുകയും മറ്റു ചില തീരുമാനങ്ങളിലേക്ക് കൂടെ സമസ്ത മുന്നോട്ട് പോവുകയും ചെയ്തു. അതിൽപ്പെട്ട ഒന്നാണ് ബഹുമാനപ്പെട്ട പറവണ്ണ മൈദീൻകുട്ടി മുസ്ലിയാരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, സി.വി. ബാബ മുസ്ലിയാർ, മുഹമ്മദ് ഇമ്പിച്ചി മുസ്ലിയാർ എന്നിവരെ കേന്ദ്ര മുഷാവറ മെമ്പർമാരായും തെരഞ്ഞെടുത്തു. അപ്പം മഹാനായ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ മുഷാവറയിലേക്ക് എടുത്തത് 951 മാർച്ച് 25-നാണ്. അന്ന് ചേർന്ന സമസ്ത മുഷാവറയാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാരെ മുഷാവറയിലേക്ക് എടുത്തത്. ആ മുഷാവറ തന്നെയാണ് കോട്ടുമല അബൂബക്കർ മുസ്ലിയാരെയും മുഷാവറയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. മാത്രമല്ല, ഈ യോഗത്തിൽ വെച്ചിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിലവിലെ സെക്രട്ടറി ബഹുമാനപ്പെട്ട പി.വി. മുഹമ്മദ് മുസ്ലിയാർ വഫാത്തായപ്പോൾ ആ സ്ഥാനത്തേക്ക് പറവണ്ണ മൈദീൻകുട്ടി മുസ്ലിയാരെ തെരഞ്ഞെടുത്തത് ഈ മീറ്റിങ്ങിലാണ്. അല്ലാഹു തആല അവരെയൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇനി നമുക്ക് വടകരയിൽ ചേർന്ന 19ാം വാർഷിക സമ്മേളനം പാസ്സാക്കിയ പ്രമേയത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. 1.
പ്രമേയം 1, മദ്രസകളും ദർസുകളും അഭിവൃദ്ധിപ്പെടുത്തുകയും അവ ഇല്ലാത്ത മഹല്ലുകളിൽ രൂപീകരിക്കുകയും കേന്ദ്രാടിസ്ഥാനത്തിൽ അവ ഏകീകരിക്കുകയും അതിനാവശ്യമായ ഒരു സിലബസും പാഠപുസ്തകങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുവാനായി പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ കൺവീനറായിക്കൊണ്ട് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കാനായി ഈ യോഗം തീരുമാനിക്കുന്നു. പ്രസ്തുത ബോർഡിനെ എല്ലാവരും സഹായിപ്പാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടായ 1951 മാർച്ചിൽ 1951 മാർച്ച് 23, 24, 25 25 ചേർന്ന പൊതുസമ്മേളനത്തിലാണ് ഈ പ്രമേയം ചരിത്രത്തിൽ ആദ്യമായി കേരളീയ മുസ്ലിങ്ങൾക്ക് വ്യവസ്ഥാപിതമായ മദ്രസ പ്രസ്ഥാനം തുടങ്ങുന്നതിന് വേണ്ടി ആധുനിക മോഡലുള്ള എക്സാമും പരീക്ഷാ സമ്പ്രദായ സിലബസും എല്ലാം രൂപീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അതുപോലുള്ള മഹാന്മാരെ ചുമതലപ്പെടുത്തുകയുണ്ടായി. പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അടക്കമുള്ള പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തി. രണ്ടാമത്തെ പ്രമേയം, മഹാന്മാരുടെ പേരിൽ കഴിച്ചു വരാറുള്ള നേർച്ചകളിലും മറ്റും നടന്നു വരുന്നതും അഹ്ലുസുന്നത്തിൽപ്പെട്ട ഉലമാക്കളുടെ ദൃഷ്ടിയിൽ വിരോധിക്കപ്പെട്ടതുമായ ഈ എല്ലാ അനാചാരങ്ങളും നിർത്തൽ ചെയ്ത് തൽസ്ഥാനങ്ങളിൽ സുന്നത്തായ ആചാരങ്ങളെ മാത്രം നടപ്പിൽ വരുത്താൻ ഈ യോഗം തീരുമാനിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. കുറച്ചധിക സമയം പറയേണ്ട ഒരു വിഷയമാണെങ്കിലും നമ്മൾ സമയം വളരെ വൈകിയത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. നേർച്ച എന്ന പേരിൽ നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്. ഈ മതേതര രാജ്യത്ത് പല ഉത്സവങ്ങളുണ്ട്. ആ പല ഉത്സവങ്ങളും ചില മതവിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു അനുകരണവുമുണ്ട്. ഏതായാലും മക്ബറകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പരിപാടികൾ നടക്കുക. കൊട്ടും മുട്ടും പാട്ടും പെട്ടി വരലും കുതിര ചാടലും ആന ഓടലും അതുപോലെ വഴിയോരങ്ങളിൽ പെണ്ണുങ്ങൾ വളക്കച്ചവടം നടത്തലും അങ്ങനെ പിന്നെ അതിനെ തുടർന്ന് പല വേണ്ടാത്തരങ്ങളും നടക്കലും പേരൊക്കെ സുന്നിയക്ക്. അപ്പൊ നിങ്ങൾ നോക്കൂ, 951 മാർച്ച് 25 ഡേറ്റ് മറക്കരുത്. 951 മാർച്ച് 25 സമസ്തയുടെ 19ാം വാർഷിക സമ്പൂർണ്ണ സമാപന സമ്മേളനത്തിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്ത പ്രമേയമാണ് മഹാന്മാര ഖബർസ്ഥാനുകളിൽ നേർച്ചയുടെ പേരിൽ നടക്കുന്ന എല്ലാ വേണ്ടാത്തരങ്ങളും നിർത്തിവെക്കണം. അൽഹംദുലില്ലാഹ് അത് കേരളീയ സമൂഹം ഉൾക്കൊണ്ടു. പഴയ എത്ര നേർച്ചകൾ അതിൽ പിന്നീട് നിർത്തിവെച്ചു. അതിൽ പലതും പുനരാരംഭിച്ചിട്ടില്ല. അതിലിപ്പോൾ ഒന്ന് ഈ കഴിഞ്ഞ ദിവസം പുനരാരംഭിച്ചു, കൊണ്ടോട്ടി നേർച്ച. യഥാർത്ഥത്തിൽ കൊണ്ടോട്ടി നേർച്ച ആരതൊക്കെ നടത്തുന്നത് രാഷ്ട്രീയക്കാരും കച്ചവടക്കാരുമാണ്. ഇപ്പോഴത്തെ നേർച്ച 13 കൊല്ലമായി ആ നാട്ടിൽ നടക്കാത്ത നേർച്ചക്കൊല്ലം തുടങ്ങിയപ്പോൾ ഉദ്ഘാടനം ചെയ്തത് ഇ.ടി. മുഹമ്മദ് ബഷീറാണ്. ആ ഇ.ടി. മുഹമ്മദ് ബഷീർ എന്ന MP മുജാഹിദിന്റെ സ്റ്റേജിൽ പോയിട്ട് എന്തു പറയും? സുന്നികളൊക്കെ അന്ധവിശ്വാസത്തിന് കൂട്ടുനിൽക്കുന്നവരാണ്, അനാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരാണ്. സാഹിബെ, കൊണ്ടോട്ടി നേർച്ച ഈ ആഴ്ച തുടങ്ങിയത് സുന്നികളല്ല, കച്ചവടക്കാരും നിങ്ങൾ രാഷ്ട്രീയക്കാരുമാണ്. പണ്ടും നിങ്ങൾ തന്നെയാണ് അതിന്റെ പേര്. പക്ഷേ ആ നിങ്ങൾ ചുറ്റിപ്പറ്റുന്ന മക്ബറ അത് അഹ്ലുസുന്നയുടെ നായകന്മാരിൽ ആരുടെയെങ്കിലും ഒരു മക്ബറയായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുടുക്കുണ്ട്. കാരണം പിന്നെ അക്രമങ്ങൾ ഒരു ഭാഗത്ത്, അനാശാസ്യങ്ങൾ ഒരു ഭാഗത്ത്, അനാവശ്യങ്ങൾ മറ്റൊരു ഭാഗത്ത്. ഇതൊക്കെ നടക്കുമ്പോൾ അവിടെ നടക്കേണ്ടതായ സിയാറത്തുകളും മറ്റും മുടങ്ങിപ്പോകും. അതുകൊണ്ടാണ് നമ്മളെ ആലിമീങ്ങൾ പറയുന്നത്, ഇങ്ങനെയുള്ള അശ്ലീലങ്ങൾ നടന്നാലും അതിൻ്റെ പേരിൽ സിയാറത്ത് നിർത്തിവെക്കരുത്. ഇതല്ലാതെ ആ അശ്ലീലങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. അത് പൂർണ്ണമായും ഒഴിവാക്കണം. അങ്ങനെ മലപ്പുറത്തൊക്കെ ആ കത്തിക്കച്ചവടമൊക്കെ നടന്നിരുന്ന നേർച്ച, ആ നേർച്ചയൊക്കെ നിർത്തിവെച്ചത് മഹാനായ സുൽത്താനുൽ ഉലമ അവിടെ നടന്നൊരു സുന്നി സമ്മേളനം, ജില്ലാ സമ്മേളനത്തിലെ പ്രഖ്യാപനമാണ്. എവിടെ നമ്മളെ മലപ്പുറത്തെ കാദിമാർ, കാരണവന്മാർ എവിടെ? നിങ്ങൾ ഈ സദസ്സിലുണ്ടോ? നിങ്ങൾ കേൾക്കണം. പൂരത്തിൻ്റെ പേരുള്ള നേർച്ച നിങ്ങൾ അവസാനിപ്പിക്കണം. പണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ പണം കമ്മിറ്റിക്ക് കിട്ടൂല. അതിലൊക്കെ വഴിപാടന്മാർ കുറേ ആൾക്കാരുണ്ട്. ഇപ്പൊ കൊണ്ടോട്ടി തന്നെ ഇപ്പം എന്താ ഉണ്ടായത്? അതിന്റെ ലാഭം ആർക്കാണെന്ന പ്രശ്നം വന്നിട്ടാണ് നിർത്തിവെച്ച്. ഇപ്പം എന്താ തീരുമാനിച്ചത്? കൊട്ടും മുട്ടും ആയിട്ട് വരുന്ന പൈസകളൊക്കെ അവർക്ക് വീതിച്ചെടുക്കാന്ന്.
അതിന് വേറെ അവകാശികളില്ല. അപ്പോൾ നമ്മുടെ പ്രശ്നന്മാരിൽ മാത്രമല്ല, ഇന്ന ആൾ മരിക്കുന്നവരെ പിന്നെ ഇന്ന ആളിനെ തുടരണം, അതിന് ശേഷം ഇന്ന ആള് ഇതിൻ്റെ ചുമതല വഹിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ആളൊക്കെ നിയമിച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും ഓരി വെക്കുക എന്നുള്ള നിലക്കാണ് ഇപ്പം ആ നേർച്ച പുനഃസ്ഥാപിച്ചത്. പേര് നേർച്ച എന്നാണ്, അത് നടത്തുന്നവരാണ്, കച്ചവടക്കാരാണ്. അതുപോലെ തന്നെ പല മേഖലയിലുള്ള മനുഷ്യന്മാർ ഒന്ന് ഒത്തുകൂടാൻ, ഒന്ന് കളിച്ച് പിരിയാൻ ഇതിനു വേണ്ടിയാണ് ഈ നേർച്ച എന്ന് പറയുന്നത്. അപ്പോൾ 951 മുതൽ 951 മാർച്ച് 25 വടകര ചേർന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 19ാം വാർഷിക മഹാസമ്മേളനത്തിൽ ഇത്തരം നേർച്ചകളുടെ പേരുള്ള അനാചാരങ്ങൾ നിർത്തിവെക്കണം, അതിൽ മുസ്ലിങ്ങൾ കക്ഷിയാകരുത് എന്ന് പ്രമേയം പാസാക്കി. മൂന്നാമത്തെ പ്രമേയം, സ്കൂൾ വാർഷിക യോഗങ്ങളിലും മറ്റും നടക്കുന്ന അനിസ്ലാമിക നാടകാഭിനയം, പ്രഹസനം, ഡാൻസ് മുതലായവയിൽ നിന്ന് മുസ്ലിം വിദ്യാർത്ഥിനികളെ ഒഴിച്ചു നിർത്താനും സ്കൗട്ട് മുതലായവയിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഒരു മതനിർബന്ധമായ ഡ്രസ്സുകൾ ഉപയോഗിക്കുവാനും എല്ലാ ഇത് സംബന്ധമായ ഭാരവാഹികളോട് അഭ്യർത്ഥിക്കുന്നു. എത്ര കൃത്യമായ സമസ്തയുടെ ആവശ്യപ്പെടലുണ്ടെങ്കിൽ ഈ നേർച്ചയുടെ പേരിൽ കൊത്തു നേർച്ച അതുപോലെ തന്നെയുള്ള സംഗതികളൊന്നും നടക്കരുത്. അവിടെ കദീന മുട്ടുക, അവിടെ പിന്നെ ബാൻഡ് മുട്ടുക, കൂക്കുവിളി നടത്തുക, അമ്മാതിരത്തെ ഒരു പരിപാടികളും നടത്തരുത് നേർച്ചയുടെ പേരിൽ നിന്ന് പറഞ്ഞ അതേ പ്രാധാന്യത്തോടെ ആണ് സ്കൂൾ വാർഷിക യോഗങ്ങളിലും മറ്റും നടക്കുന്ന അനിസ്ലാമിക നാടകങ്ങൾ, പ്രഹസനം, ഡാൻസ് മുതലായവയിൽ നിന്ന് മുസ്ലിം വിദ്യാർത്ഥികൾ ഒഴിവാക്കണം. ഒരു മതേതര രാജ്യമാകുമ്പോൾ മതേതര രാജ്യത്തിൽ നിന്ന് ഒഴിവാക്കണം നമുക്ക് പറയാൻ പറ്റൂല. അത് കാരണം അതിൻ്റെ ആൾക്കാരുണ്ടാവും, അവർക്കും സംരക്ഷണം നൽകേണ്ടത് ഈ ഗവൺമെന്റ് തന്നെയാണ്. സൂക്ഷ്മമായി സമസ്ത പറയുന്നു, സ്കൂൾ വാർഷിക യോഗങ്ങളിലും മറ്റും നടക്കുന്ന അനിസ്ലാമിക നാടകാഭിനയം, പ്രഹസനം, ഡാൻസ് മുതലായവയിൽ നിന്ന് മുസ്ലിം വിദ്യാർത്ഥികളെ ഒഴിച്ചു നിർത്താനും സ്കൗട്ട് മുതലായവയിൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് മതനിർബന്ധമായ ഡ്രസ്സുകൾ ഉപയോഗിക്കാനും എല്ലാ വിഭാഗം ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. സ്കൗട്ടൊക്കെ പറ്റുന്ന പറയണേ, പക്ഷെ അതിന് വസ്ത്രം ചെയ്യാൻ പാടില്ല. മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം മൊത്തം പറയണം, അതിനൊന്നും ഒഴിവാക്കാൻ പാടില്ല. ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാലാമത്തെ പ്രമേയം, മുസ്ലിങ്ങളുടെ മതപരമായ പൊതുയോഗങ്ങളിൽ അമുസ്ലിങ്ങൾ പ്രസംഗിക്കുന്നത് നിമിത്തം മുസ്ലിം പൊതുജനങ്ങളുടെ മൗലിക വിശ്വാസാചാരങ്ങൾക്ക് ഹാനി സംഭവിക്കാറുള്ളതുകൊണ്ട് അതിന് ഇടവരുത്താതിരിക്കാൻ എല്ലാ മുസ്ലിങ്ങളോടും ഈ യോഗം ഉപദേശിക്കുന്നു. അതായത് മുസ്ലിം പ്രോഗ്രാമാണ്, നേർച്ചയോ അല്ലെങ്കിൽ മതപ്രഭാഷണമോ ഇതിലൊക്കെ സമാപന ചടങ്ങിലേക്ക് അല്ലെങ്കിൽ ഉദ്ഘാടന ചടങ്ങിലേക്ക് ആ മുസ്ലിങ്ങൾ ക്ഷണിക്കുക. എന്നിട്ട് ആ മുസ്ലിങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന പ്രസംഗം നടത്തുക. മാത്രമല്ല ഇവർ വരുന്ന കാരണത്താൽ ഇസ്ലാമികമായ പ്രോട്ടോക്കോളുകൾ മാറ്റിവെക്കുക. എന്തിനാ ഈ ദീനിന്റെ പേരിൽ അമ്മായത്തെ കോപ്രായത്തരങ്ങളിലൊക്കെ നിർത്തിവെക്കണമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ 5ാമത്തെ പ്രമേയം വഴി ആവശ്യപ്പെടുന്നു. നാലാമത്തെ പ്രമേയം വഴി ആവശ്യപ്പെടുന്നു. ഇനി 5ാമത്തെ പ്രമേയം, വടകരയിൽ ഇപ്പോഴുള്ള മനാറുൽ ഇസ്ലാം മദ്രസ അത് വേണ്ടതുപോലെ അവിടെയുള്ള ബഹുജനങ്ങൾക്ക് പ്രചോദനമാകുന്ന രൂപത്തിൽ ആ മദ്രസ ഇപ്പം നടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ അതിന് നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. ആ പറഞ്ഞ വാക്കെന്നെ വായിക്കാം. സ്ഥലം മനാറുൽ ഇസ്ലാം, അതായത് വടകര സമ്മേളനം നടക്കുന്നത്, അതുകൊണ്ടാണ് സ്ഥലം മനാറുൽ ഇസ്ലാം എന്ന് പറയുന്നത്. മനാറുൽ ഇസ്ലാം സഭയുടെ കീഴിൽ നടത്തപ്പെടുന്ന മനാറുൽ ഉലൂം മദ്രസ സ്ഥാപിച്ചിട്ട് ഏകദേശം 25 കൊല്ലത്തിലധികമായിട്ടുണ്ടെങ്കിലും മതപരമായി പറയത്തക്ക യാതൊരു നേട്ടങ്ങളും ഈ നാടിന് ലഭിക്കുന്നില്ലെന്ന വസ്തുതയെ വ്യസനസമേതം പറയേണ്ടിയിരിക്കുന്നു. പ്രസ്തുത മദ്രസയെ സമുദായത്തിന് ഉപകാരപ്രദവും ബാലികാ ബാലന്മാർക്ക് മതപഠനം നൽകുന്നതുമായ ഒരു സ്ഥാപനമായി ഉയർത്തുവാനും അഭിവൃദ്ധിപ്പെടുത്താനും ഈ യോഗം മനാറുൽ ഇസ്ലാം സഭയോട് പ്രത്യേകമായും നാട്ടുകാരോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഒരു സമ്മേളനം നടത്തിയാൽ പോകല്ല, ആ നാട്ടിലെ ദീനിയായ സംരംഭങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പോരായ്മകൾ തിരുത്തനട്ട മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഓരോ സമ്മേളനവും സമാപിക്കുന്നത്. 6ാമത്തത്, പൂനൂരിൽ വാദപ്രതിവാദം മുഴുമിക്കാത്തത് കൊണ്ട് ആർമർക്കാരാജി, കൊല്ലംകണ്ടി മമ്മു മുതലായവരെ സമീപിച്ച് അവർ മുഖാന്തരമോ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടോ അവർ ഒരു വിധത്തിലും സഹകരിക്കുന്നില്ലെങ്കിൽ സ്വയം പരിശ്രമിച്ചു തന്നെയും വാദപ്രതിവാദത്തിനുള്ള വ്യവസ്ഥയിൽ ഏർപ്പെടുത്തി തർക്ക വിഷയത്തിന് നിവൃത്തി വരുത്താൻ മലബാറിലെ പൗരപ്രമാണികളെ ബലമേൽപ്പിക്കുകയും അവരോട് ഉപദേശിക്കുകയും ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. പൂനൂരിൽ കുറേ കാലങ്ങളായി വാദപ്രതിവാദം നടക്കുന്നുണ്ട്. പിന്നെ അതൊരു ഇടവേള ഉണ്ടായി,
അനിവാര്യ കാലത്താൽ ഇപ്പൊ അത് തുടങ്ങണില്ല. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ അത്രയൊക്കെ ഉള്ളൂ, ഇപ്പൊ വിശ്വാസങ്ങളില്ല എന്നാണ് ഏമാത്തി നടക്കുന്ന കുറച്ച് ആൾക്കാർ സ്വാഭാവികമായ എല്ലായിടത്തും ഉണ്ടാവും. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിലെ പ്രതിനിധികളെ സമസ്തയുടെ നേതാക്കന്മാരുമായി ഇപ്പോൾ തന്നെ ചർച്ച നടത്തി ഉചിതമായ തീരുമാനമെടുക്കണം. അപ്പൊ അതുകൊണ്ട് ആ വാദപ്രതിവാദങ്ങളൊക്കെ അത് പിന്നെ ഉദ്ദേശം നന്നായി കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ ഉപകാരം കിട്ടും. അതുകൊണ്ട് വാദപ്രതിവാദങ്ങളുമായി മുന്നോട്ട് പോകണം എന്നതാണ് 6ാമത്തെ പ്രമേയം. ചുരുക്കത്തിൽ എല്ലാ കാര്യങ്ങളും പരാമർശിക്കുന്ന രൂപത്തിൽ പ്രമേയങ്ങൾ പാസാക്കി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്നൊരു ഉന്നതമായ പ്രഖ്യാപനം നടത്തി. ആ സമ്മേളനം 1951 മാർച്ച് 25-ാം തീയതി പിരിയുകയുണ്ടായി. ഇപ്പൊ നിങ്ങൾ നോക്കൂ, പിന്നീടും അതുവരെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു സമ്മേളനം കൊണ്ട് എന്തൊക്കെ മാറ്റം വരുന്നു. ആ സമ്മേളനത്തിന് വന്ന ആളുകൾ വലിയ മഹാന്മാരുമായി ബന്ധപ്പെടാനും ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്യാനും അവസരം, അതുപോലെ ഒരിക്കലും കാണാൻ സാധ്യതമില്ലാതിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാരെ നേരിട്ട് കണ്ട് പരിചയം പുതുക്കാനും ഇജാദത്ത് വാങ്ങാനും ദ്വാ ചെയ്യിപ്പിക്കാനും ഒക്കെ അവസരം വരുന്നു. അതുപോലെ തന്നെ ആ സമ്മേളനം നടത്തുന്ന പ്രദേശത്ത് ദീനിയായ വലിയ പുരോഗതി ഉണ്ടാക്കുന്നു. അതുപോലെ സമൂഹം അകപ്പെടുന്ന എല്ലാ തെറ്റായ ചിന്തകളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും പൂർണ്ണമായി ജനങ്ങളെ മാറ്റി യഥാർത്ഥ ദീനായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നു. അതുകൊണ്ട് സമസ്തയുടെ സമ്മേളനങ്ങളെല്ലാം ഒന്ന് മറ്റൊന്നിനെ അപേക്ഷിച്ച് എല്ലാം കൊണ്ടും മെച്ചപ്പെട്ട രൂപത്തിലാവുന്നു. മുസ്ലിം ഉമ്മത്തിന് അത് വേറെ ഉപകരിക്കുന്നു. അങ്ങനെയുള്ള ഇത്തരം ചരിത്രങ്ങളൊക്കെ പറയാനും അത് ഇനിയും അതുപോലുള്ള ചരിത്രങ്ങൾ നിലനിർത്താനും നമുക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ആയുസ് പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. ഒരു പ്രധാനമായ ഒരു കാര്യം പറയാനുള്ളത്, നാളെ ഇൻഷാ അല്ലാഹ് ഞാൻ നാഗൂര് മുത്തുപേട്ട ഏർവാടി തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോകുന്നത് കൊണ്ട് ഒരു 3 ദിവസം ഈ പരിപാടി ഉണ്ടാവുകയില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ച ഇതിൻ്റെ പ്രക്ഷേപണം ഉണ്ടാവും. അതുവരെ ക്ഷമിക്കണമെന്നും ഇൻഷാ അല്ലാഹ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ പദ്ധതികളും കൂടുതൽ നിങ്ങൾക്ക് ശ്രദ്ധേയമാകുന്ന രൂപത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ അമലുകളെല്ലാം കബൂൽ ചെയ്യട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.